ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ കാടിൻ്റെ അടുത്ത് താമസിക്കുന്ന കൃഷിക്കാരും അല്ലാത്തവരുമൊക്കെ വലിയ ഭീഷണി നേരിടുന്നുണ്ട്. ആന എപ്പോഴാണ് പുറത്തേക്ക് വന്ന് ചവിട്ടിക്കൊല്ലുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ചിലപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴായിരിക്കും കാട്ടുപോത്ത് വരുന്നത്, നമ്മളെ കുത്തി കൊന്നിരിക്കാം. പുലി എവിടെ വേണേ വരാം. അതുപോലെ കാട്ടുപന്നി, അങ്ങനെ പല മൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങാം. നാട്ടിലിപ്പോൾ ചൂട് കൂടി വരികയാണ്, വേനൽ. അപ്പം ചൂട് കൂടുമ്പോഴത്തേക്കും കാട്ടിൽ വെള്ളം കുറയാം, ഈ മൃഗങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ വീണ്ടും നാട്ടിലേക്ക് എവിടെയെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടുന്നിടത്ത് ഒക്കെ വരാം. ചില ആനയൊക്കെ നേരത്തെ റേഷൻ ഷോപ്പിൽ വരുന്ന ആനകൾ വരെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ കാടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ ആണ് ഏറ്റവും അധികം ഭീഷണി നേരിടുന്ന ഒരു വിഭാഗം. അതിൻ്റെ കാരണം ഈ ആന എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റില്ല. ആന ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിയമം അതിനെ സംരക്ഷിക്കുന്നു. ആനയാണ് കൂടുതൽ സംരക്ഷണം. കാരണം ആനയെ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ ആന പ്രേമികൾ പറയും ആനയെ കല്ലെടുത്തെറിയാൻ പാടില്ല, ആനയ്ക്ക് വേദനിക്കും എന്നൊക്കെ പറയുന്നവർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെയാണ് കാട്ടുപോത്ത് വന്നാലും കാട്ടുപോത്തിനോട് വേദം ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ, പ്രസംഗിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കഴിയുന്ന, ഭീഷണി നേരിടുന്ന കുറേയധികം ആൾക്കാർ നമ്മളുടെ വനത്തിനോട് അതിർത്തിയിൽ കിടക്കുന്ന ഇടുക്കി വയനാട് മാത്രമല്ല പത്തനംതിട്ടയിലും കോട്ടയം ജില്ലയിലെ എരുമേലിക്കടുത്തും കണ്ണൂർ ജില്ലയിലും കാസർഗോഡും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരെക്കാൾ ഏറ്റവും അധികം ഭീഷണി നേരിടുന്ന വേറൊരാളുണ്ട് കേരളത്തിൽ, ഒരു മലയാളി. ആ മലയാളിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ. ഇത്രയധികം ഭീഷണി നേരിടുന്ന, വൈവിധ്യമുള്ള ഭീഷണികൾ നേരിടുന്ന വേറൊരു മലയാളിയില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ഭീഷണി നേരിടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ സുരക്ഷയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാൻ പറ്റും എന്തൊക്കെ വൈവിധ്യമുള്ള ഭീഷണികളാണ് നേരിടുന്നത്. സാധാരണ ഒരു ഭീഷണി എന്ന് പറയുമ്പോൾ ഇപ്പം ആനയുടെ ഭീഷണിയിൽ നിന്ന് അവിടെ കൃഷിക്കാർക്ക് ഒന്നും ചെയ്യാൻ ഇല്ല, പ്രത്യേകിച്ച് അവിടെ നാട് വിടുക എന്നൊക്കെയുള്ളതാണല്ലോ സാധാരണ ചെയ്യാൻ പറ്റുള്ളൂ. വേലിയിട്ടുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് പറയുന്നത് പോലെ. പക്ഷേ മുഖ്യമന്ത്രിയുടെ പല ഭീഷണികളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സുരക്ഷ എങ്ങനെയെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏറ്റവും അധികം ഭീഷണി നേരിടുന്ന ഒരു മലയാളി ശ്രീ പിണറായി വിജയനാണെന്നുള്ളത്. ഒന്ന്, അതിക്രമിച്ചു കിടക്കുന്നവരിൽ നിന്നുള്ള ഭീഷണിക്കാണ് സാധാരണ പോലീസ്. അപ്പോൾ അതിന് ഈ അദ്ദേഹം താമസിക്കുന്ന വീടിൻ്റെ മതിൽ പൊക്കിക്കെട്ടുക, അതിന് മുള്ളു കമ്പിയിടുക, വാച്ച് ടവർ സ്ഥാപിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രി ആയ ശേഷം അവിടെ ചെയ്തിട്ടുണ്ട്. അതിക്രമിച്ചു കിടക്കുന്നവരിൽ നിന്നുള്ള ഭീഷണിയാണ്. പിന്നെ രണ്ടാമത് ഈ ഭീകരവാദികളിൽ നിന്നും തീവ്രവാദികളിൽ നിന്നുള്ള ഭീഷണി